അപ്പോൾ ഒന്നാമത്തെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ പ്രിപ്പറേഷൻ തരട്ടെ. ആൽക്കൈൽ ഹാലൈഡ് ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരുടെ സംശയം അതെന്താണ് ഈ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞൊരു സംശയം വരും. ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ലേ, നമ്മുടെ ഇപ്പം കാർബൺ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്, CH4 എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്ത് ഒരു എച്ച് മാറ്റിയിട്ട് അവിടെ വല്ല ഫ്ലൂറിനോ ക്ലോറിനോ ഒക്കെ വരും. എക്സ് നമുക്ക് എഴുതും കേട്ടോ. പല ഫ്ലൂറിനോ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ഒക്കെ വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആൽക്കൈൽ ഹാലൈഡ്. അതിൽ തന്നെ നമുക്ക് 2 മെത്തേഡ് ഉണ്ട് എങ്ങനെയാണ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് എപ്പോഴും നമുക്ക് ഓർമ്മയാണ്. നമ്മൾ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പോകും. അതിലെ എ നമ്മൾ പറയാൻ പോകുന്നത് റിഡക്ഷൻ നടത്താൻ പോകും. റിഡക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ റിഡോക്സ് റിയാക്ഷനകത്ത് പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു. റിഡക്ഷൻ ബൈ യൂസിങ് അല്ലെങ്കിൽ റിഡക്ഷൻ വിത്ത് സിങ്കും HCl കൂടാണ് നമ്മളിവിടെ റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഏജൻറ്റന്മാരാണ് നമുക്ക് ചില റിഡക്ഷനൊക്കെ നടത്തുമ്പോൾ ചില ഏജൻറ്റന്മാരുടെ ആവശ്യമാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ അതിനൊരു ഏജൻറ്റന്മാർ വേണമല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, സിങ്കും HCl കൂടെ തമ്മിൽ വെച്ചാണ് റിഡക്ഷൻ ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ടെക്നിക്കാണ്. ഇവിടെ നോക്കിയിരുന്നു. അപ്പോൾ ഞാനിതാ ഒരു കോമ്പൗണ്ട് എടുത്തു. അപ്പോൾ CH3Cl ആണ്. ഇതിൻ്റെ പേര് ക്ലോറോമീഥേൻ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ റിഡക്ഷനാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഏജൻറ്റന്മാരായിട്ട് സിങ്കും HCl. ചിലപ്പോൾ പേപ്പറിനകത്ത് സിങ്ക് H+ എന്നായിരിക്കും കിടക്കുന്നത്. കാരണം HCl ആസിഡിനെ സൂചിപ്പിക്കാനാണ് ഒരു H+ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെ ടെക്നിക്ക് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഞാൻ ഈ പറയുന്ന ഒരു ഐഡിയ നിങ്ങളെല്ലാവരും ആലോചിച്ചാൽ മതി മനസ്സിൽ. 2 H ഇല്ലയോ, അതിലെ ഒരു H ഇങ്ങനെ വന്നിട്ട് ഒരു Cl പിടിച്ചുകൊണ്ട് പോകും. സിമ്പിളാണ്. ഒരു H ഒരു Cl പിടിച്ചുകൊണ്ട് ഇതാ പോയി, HCl അങ്ങ് പോയി. പിന്നുള്ള ഒരു H ഉണ്ട്. അപ്പോൾ ഒരു Cl പോയ സ്ഥാനത്തേക്ക് രണ്ടാമത്തെ H താണ്ട് ചാടി ഏത് കാർബണിൽ നിന്നാണ് നമ്മൾ Cl എടുത്ത് അങ്ങോട്ടും കൊടുക്കുക. അപ്പോൾ CH3 എന്ന് പറയുന്ന സാധനം എന്തായി മാറി നോക്കിക്കേ, CH4 ആയി. ദാറ്റ് മീൻസ് മീഥേൻ കിട്ടി. സിമ്പിൾ പരിപാടിയാണ് അല്ലേ. ഇനി വേറെണ്ണം നമുക്ക് എഴുതി കാണിക്കാം. അതാ നോക്ക്, CH3 CH2 Cl. അപ്പോൾ ഇതിൻ്റെ പേര് 1-ക്ലോറോ ഈഥേൻ അല്ലേ. ക്ലോറോ ഈഥേൻ എന്ന് പറയാം. അല്ല ഞാനിപ്പോൾ 1-ക്ലോറോ ഈഥേൻ എന്നൊക്കെ എഴുതുമോ, ഒന്നുമില്ല, വിലയൊന്നുമില്ല, എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു കാര്യം ചെയ്തേ, നിങ്ങൾ തന്നെ എഴുതി നോക്കിക്കേ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്ലേ ചെയ്യരുത് കേട്ടോ, അല്ലാതെ പ്ലേ ചെയ്യരുതേ. പ്ലേ ചെയ്യുന്നവർക്കൊന്നും ഇതിൻ്റെ ആൻസർ കിട്ടാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പോകണം, ഞാൻ ആൻസർ എഴുതോ. ബുക്ക് കിട്ടിയെന്നില്ല, രക്ഷപ്പെട്ടു. H2 ഇട്ട് കൊടുത്തു, സിങ്കും HCl. ഇത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, കൊടുത്താൽ മാർക്കൊന്നും നമുക്ക് തരുമില്ല അവർ. അപ്പോൾ നമുക്കിതിന് ആൻസർ വരുന്നത് എങ്ങനെ നോക്കാം. ഇതാ ഈ ഒരു H വന്ന് ഈ Cl അങ്ങ് പിടിക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് എന്ത് കിട്ടുന്നു, HCl പോയി. ഇനി ഏത് H കാർബണിൽ നിന്നാണോ Cl എടുത്ത് അതിലേക്ക് നമ്മുടെ H ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. CH3 കിട്ടി. സോ അതാ ഈഥേൻ കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ടെക്നിക്ക് പിടി കിട്ടിയില്ലേ. ഇനി ഈ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് തന്നെ രണ്ടാമത് ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് വുഡ്സ് റിയാക്ഷൻ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര സിമ്പിളാണ്. ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ഇവിടുന്ന് ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. വുഡ്സ് റിയാക്ഷൻ സിമ്പിൾ പരിപാടി. നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൽ തന്നെ അതിൻ്റെ B ആണല്ലോ. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതാം. ഇതാ ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, CH3Cl. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകം എന്താ പറയുക, ഇവിടെ 2 എണ്ണം വേണം കേട്ടോ. അപ്പോൾ ഈ 2 എണ്ണം ഞാൻ ഇങ്ങനെ എഴുതുമോ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ കിടക്കില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഇനി ഇങ്ങനെ 2 എണ്ണം കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു ടെൻഷനൊന്നും അടിക്കരുത്. അപ്പോൾ 2 എണ്ണം ഒരേപോലത്തെ 2 എണ്ണം എടുക്കുക. എന്നിട്ട് 2 സോഡിയം വെച്ച് റിയാക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ആരോടെ മുകളിൽ ഡ്രൈ ഈതർ, അത് നിർബന്ധമാണ് കേട്ടോ. ഇതൊക്കെ എഴുതണം. സോ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ തന്നെ വരുന്നത്, സാർ ഇവിടെ ഇതല്ലയോ എലിമിനേറ്റ് ചെയ്യുന്നത്, ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ചാൻസ് ഇന്നതല്ലയോ എന്ന് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഇപ്പം വന്നിട്ടുണ്ട് അല്ലേ. ആരായിരിക്കും ഇവിടുന്ന് പുറത്ത് പോകാൻ ചാൻസ്? ഈ 2 എണ്ണയും 2 Cl അങ്ങ് പുറത്ത് പോയാൽ മതിയടേ. സോ 2 NaCl അതങ്ങ് പോയി. ബാക്കിയുള്ളതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ആൻസറായി. സിമ്പിൾ പരിപാടിയില്ല. നോക്ക് ഇവിടെ ഒരു CH3 രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, CH3. സോ കിട്ടിയ സാധനത്തിൻ്റെ പേര് ഈഥേൻ. ഇത്രയേ ഉള്ള പരിപാടി. ഇതാണ് വുഡ്സ് റിയാക്ഷൻ, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമ്പോൾ, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ യവന്മാർ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ എക്സാമിന് അതൊന്ന് ഓർത്ത് വെച്ചണം കേട്ടോ. ഇങ്ങനെ തരത്തുള്ളൂ. CH3Cl ചിലപ്പം ആരുടെ മുകളിലോ അല്ലെ ഇവിടെയോ അങ്ങനെ സോഡിയം തരും, എന്നിട്ട് ഈതറം തരും, ഡ്രൈ ഈതറെന്നും തരും, എന്നിട്ട് പറയും ആൻസർ എഴുതാൻ പറയും. സോ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ നമുക്കിവിടെ ഒരെണ്ണമേ തന്നിട്ടുള്ളെങ്കിലും വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വേണം, 2 എണ്ണം വേണം. അപ്പം നമ്മൾ തന്നെ വേണം ഇതേപോലെ 2 എണ്ണം എടുത്ത് ഇപ്പം മുകളിൽ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കണ്ടേ. മനസ്സിലായി. അപ്പോൾ 2 എണ്ണമൊക്കെ ഇങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരെണ്ണേ കണ്ടെന്ന് കരുതി അയ്യോ അത് വെച്ചിട്ടെല്ലാം കൂടെ എഴുതി കണ്ട് ഇവിടുന്ന് ഒരു NaCl കളഞ്ഞിട്ട് 2CH3 എന്ന് എഴുതി കളയരുത് ആൻസർ. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്, അപ്പോഴേ തിരിച്ചറിഞ്ഞോണം. റെഡി. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്.
പിന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ലെവൽ ഓഫ് ക്വസ്റ്റ്യനാണ്, കുറച്ച് അപ്ലിക്കേഷൻ ലെവലായിട്ടുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. ഇവർ വുഡ്സ് റിയാക്ഷൻ വഴി ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരുന്നു. പ്രിപ്പയർ CH3, ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ട് CH3 ഇതിൻ്റെ പേരാണല്ലോ ഈഥെയിൻ എന്ന് പറയുന്നത്. പ്രിപ്പയർ ഈഥെയിൻ ബൈ വുഡ്സ് റിയാക്ഷൻ വഴി ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറയും. ഇപ്പോൾ ഈഥെയിൻ ഉണ്ടാക്കാൻ പറയുമ്പോൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, തൊട്ട് മുകളിലൂടെ താനത് എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെ ഇനിയിപ്പോൾ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നതെന്ന്. സോ ഇതല്ലാതെ എങ്ങനെ നമുക്കൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യുന്നു? ഒന്നും ചെയ്യേണ്ട, ഏതാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ അതുപോലെ എഴുതുക, ഈഥെയിൻ എഴുതി നമുക്കറിയാമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിനെ ഈക്വലായി 2 കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ഈക്വലായിട്ട് 2 കഷ്ണങ്ങൾ മുറിക്കുക. എന്നിട്ട് രണ്ടിടത്തും വല്ല CL ബ്രോമിനോ കൊടുക്കുക. ഒരിടത്ത് CL കൊടുത്താൽ ഒരിടത്ത് ബ്രോമിനെ കൊടുക്കരുത്, രണ്ടും വേറെ കൊടുക്കുകയും ചെയ്യരുത്. സോ എന്നിട്ട് CH3Cl. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് കിട്ടി. അപ്പോൾ ഒരു റിയാക്റ്റൻ്റ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും? ഈക്വൽ 2 കഷ്ണങ്ങളായിട്ട് മുറിക്കുക. എന്നിട്ട് അതിന് ഇതേപോലെ സോഡിയം കൊടുത്ത് ഈതർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഒന്ന് 2 NaCl പോകുന്നു, ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈക്വലായിട്ട് മുറിച്ചാൽ മതി. ഇപ്പോൾ തന്നെ പലരും സംശയം ചോദിക്കും, സാറേ 3 കാർബൺ വരുന്നത് വന്നാൽ ഞങ്ങൾ എന്തോ ചെയ്യുമെന്നായിരിക്കും ഒരു സംശയം വരുന്നത്. ഈ ഓഡ് നമ്പർ ഓഫ് കാർബൺ വരുന്ന കോമ്പൗണ്ടുകൾ നമുക്കിത് പൊതുവേ ഉണ്ടാക്കാറില്ല. ഒറ്റ ഈവൻ, അതായത് 2 കാർബൺ 4 കാർബൺ 6 കാർബൺ വരുന്നൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അത് വേറെ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് തരാം, നിങ്ങളങ്ങോട്ട് ചെയ്യുമോ നോക്കട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. എൻ്റെ അമ്മൂമ്മയുടെ ചോദ്യം. പ്രിപ്പയർ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ CH3 CH2 CH2 CH3 ഉണ്ടാക്കണം. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് നോക്കുക. ബ്യൂട്ടൈൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, വുഡ്സ് റിയാക്ഷൻ വഴി ഉണ്ടാക്കണം. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഉണ്ടാക്കുള്ളൂ. വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കം ബാക്ക്, നമുക്ക് നോക്കാം ഇത് കിട്ടുമെന്ന്. സോ ബ്യൂട്ടൈൻ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ത് ചെയ്താൽ മതി? ഈക്വൽ 2 കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ഇങ്ങനെ മുറിച്ചു. എന്നിട്ട് ഇവിടെ ഒരു CL കൊടുക്കുക, ഇവിടെ ഒരു CL, സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ടായി. അപ്പോൾ ഞാൻ എഴുതി നോക്കിക്കോണേ, CH3 CH2 Cl. ഒന്ന് അപ്പുറത്തേത് അത് ഇങ്ങനെ എഴുതണം കേട്ടോ, CH3 CH2 Cl. ഓക്കെ, എന്നിട്ട് 2 സോഡിയം. അതൊക്കെ എപ്പോഴും 2 സോഡിയം ഉണ്ട്, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഡ്രൈതർ. അപ്പോൾ സിമ്പിളാണ്. ഈ 2 Na വരുന്നു, 2 Cl പിടിക്കുന്നു, അതോടുകൂടി ആര് പുറത്തേക്ക് പോകുന്നു? 2 NaCl പുറത്തേക്ക് പോകുന്നു. ബാക്കിയുള്ള ചവിട്ടി കൂട്ടി വെക്കണം. CH3 CH2 പിന്നെ ഇത് CH2 ദെൻ ലാസ്റ്റ് CH3. സോ സിമ്പിൾ ബ്യൂട്ടൈൻ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യനാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാക്സിമം ലെവൽ ക്വസ്റ്റ്യൻസ്. വുഡ്സ് റിയാക്ഷൻ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരെണ്ണം മാത്രം തന്നിട്ട് എഴുതാൻ ചോദിക്കുന്നു. പിന്നെ പ്രിപ്പയർ ബ്യൂട്ടൈൻ അല്ലെ പ്രിപ്പയർ ഈഥെയിൻ, ഇത്രയൊക്കെ ചോദിക്കത്തുള്ളൂ. ഇനി ക്ലോറിൻ്റെ സ്ഥാനത്ത് എന്ത് വരാം? കൂടിപ്പോയാൽ ബ്രോമിൻ വരാം. സംഭവം സിമ്പിൾ അല്ലേ? അങ്ങനെ വുഡ്സ് റിയാക്ഷൻ കഴിഞ്ഞു. ഓക്കെ.